ബാക്കി പല വണ്ടി പോവാണ്. പക്ഷേ ഈ വണ്ടി ഓടിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് നല്ല കോൺഫിഡൻസ് ആണ് തരുന്നത്. കാരണം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഡൗൺ ഷിഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. ഇവിടെ ഞാനൊന്ന് വലിച്ചെടുത്ത് കാണിച്ചു തരാം. ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. ദിസ് റിസ് മോട്ടി. അപ്പോൾ നമ്മളിതൊരു പുതിയ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഡൊമിനാർ 250 ആണ്. Number one spot, now you're finding your replacement. I swear now that I can't take it, knowing somebody's got my baby. Now you ain't around, baby, I can't think. I should that ring, 'cause I can still feel it in the air. See you pretty face. നമുക്കവിടെ ഒറ്റ നോട്ടത്തിൽ നോക്കി നമുക്കിത് ഡൊമിനാർ 250 എന്ന് പറയാൻ പറ്റത്തില്ല. കണ്ടോ, നിങ്ങൾക്ക് തന്നെ കണ്ടാൽ തന്നെ അറിയാം നമുക്കിതിന് വ്യത്യാസം വന്നിട്ടില്ല. ഇതിന് വ്യത്യാസം വന്നിരിക്കുന്ന പറയുമ്പോൾ ഫ്രണ്ടത്തെ സസ്പെൻഷൻ്റെ ഭാഗത്ത് ചെറുതായിട്ടൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ D250 എന്ന് പറഞ്ഞൊരു എംബ്ലം. പിന്നെ നമ്മുടെ ടയർ സൈസ് അവർ കുറച്ചിട്ടുണ്ട്. അതെന്താ കുറച്ചെന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ ടയർ സൈസ് അവർ ചെറുതാക്കിയിട്ടുണ്ട്, കുഞ്ഞ് ടയർ ആക്കിയിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ ഓടിക്കാൻ നമ്മളങ്ങനെ അറിയുന്നു. കോൺഫിഡൻസ് ഒക്കെ നിന്ന ടയറാണ്. വേറെ നമുക്ക് വലിയതായിട്ട് മാറ്റങ്ങൾ വന്നിട്ടില്ല. പിന്നെ മാറ്റം വന്നിട്ടുള്ള നമ്മുടെ കൺസോളാണ്. അതൊക്കെ ഞാൻ പിന്നെ പറയാം എന്തൊക്കെയാണ് മാറ്റം വന്നിരിക്കുന്നതെന്ന്. അപ്പം നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഫസ്റ്റ് ടൈം നമുക്കിൻ്റെ ഫ്രണ്ട് പോർഷൻ തുടങ്ങും. എൻ്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഇതിന് LED ഇൻഡിക്കേറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതെന്തായാലും ഒരു മാറ്റിയിട്ടില്ല, LED ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത് നമ്മളതിൻ്റെ ഹെഡ്ലൈറ്റ് നമ്മൾ ഇതിൽ ബെസ്റ്റ് ഓഫ് ദ ഹെഡ്ലൈറ്റാണ്. കാരണം നല്ല വിസിബിലിറ്റിയാണ്. രാത്രിയിലൊക്കെ പോയാൽ അത്യാവശ്യം നല്ല വിസിബിലിറ്റി തരുന്നൊരു ഹെഡ്ലൈറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹെഡ്ലൈറ്റിൽ ഒന്നാണ് ഇതും പിന്നെ 390 ഹെഡ്ലൈറ്റ്. പിന്നെ നമ്മുടെ അടുത്ത് നമ്മുടെ സസ്പെൻഷൻ്റെ ഭാഗത്തേക്ക് പോയാൽ 37 mm അപ്സൈഡ് ഡൗൺ ഫോർക്ക് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ടുള്ള സസ്പെൻഷനാണ്. പിന്നെ നമ്മുടെ ഡിസ്കിൻ്റെ ഭാഗത്തേക്ക് നോക്കാൻ പോയി ഡിസ്ക് എന്ന് പറയുമ്പോൾ ഡിസ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. ഡുവൽ ചാനൽ ABS ആണ്. സ്വിച്ചബിളൊന്നും അല്ല, ഫുൾ ടൈമിൻ്റെ ABS ഓൺ ആയിരിക്കും. അത്യാവശ്യം നല്ലൊരു ബ്രേക്കിങ്ങിനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ടയർ, ഇതിൻ്റെ 100 സെഷൻ്റെ ടയറാണ് ഇതിൻ്റെ ഫ്രണ്ട് കൊടുത്തിരിക്കുന്നത്. അത് അത്യാവശ്യം കുറഞ്ഞു പോയി. കാരണം കുറഞ്ഞു പോയി കുഴപ്പമില്ല. കാരണം നിങ്ങളിത് ടയർ മാറ്റാറാകുമ്പോൾ കുറച്ച് വലിയ ടയർ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ കുറച്ച് വലിയ ടയർ നോക്കി നിങ്ങൾ ഇട്ടാൽ മതി, ആ പ്രശ്നം തീർന്നു. പിന്നെ നമ്മുടെ സൈഡിലോട്ട് വരുമ്പം ഉണ്ടോ നമ്മുടെ V6 ക്യാറ്റ് ഇതിലൂടെ പോയിട്ടുണ്ട് ഉണ്ടോ. പിന്നെ ഇവിടെ റേഡിയേറ്റർ ഫാനും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ അടുത്തതിൻ്റെ എഞ്ചിൻ എന്ന് പറയുമ്പം നമ്മുടെ ഡൂക്ക് 250 കണ്ടിരിക്കുന്ന എഞ്ചിനാണ് നമ്മൾ ഇതിനും കൊടുത്തിരിക്കുന്നത്. ഡൂക്ക് 250 എഞ്ചിൻ എന്ന് പറയുമ്പോൾ റിഫൈൻഡ് ആണ്. അതിലും കുറച്ച് റിഫൈൻഡ് ആയിട്ടാണ് ഇതിന് കമ്പനി കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ഓടിക്കുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ റിഫൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ. 248cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് ട്വിൻ സ്പാർക്ക് എഞ്ചിനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഡൊമിനാർ 400ൽ നമുക്ക് 3 സ്പാർക്കാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് ട്വിൻ സ്പാർക്കാണ്. ഇതിൻ്റെ പവർ എന്ന് പറയുമ്പം 37 bhp ആൻഡ് 23.5 Nm ടോർക്കുമാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പവറും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സൈഡിലേക്ക് പോയാൽ അവിടെ D250 എന്ന് പറയുന്ന ബാജിങ് കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ നമ്മുടെ എക്സോസ്റ്റ്, ഇത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് സൈഡിലേക്ക് വന്ന നമ്മുടെ LED ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ ഒരു ടെയിൽ ടേടി. ഇതിലെ ബാക്കിലെ ടയർ സൈസ് എന്ന് പറയുമ്പോൾ 130 സെക്ഷനാണ് ഇതിൻ്റെ ടയർ സൈസ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇവിടുന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം ഒരു കുട്ടി ടയറാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യമൊന്നുമല്ല, പക്ഷേ കുഴപ്പമില്ല, അത്യാവശ്യം കാര്യങ്ങളൊക്കെ തരുന്ന ടയറാണ്. കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുമ്പം കുറച്ചുകൂടെ വലിയ ടയർ നോക്കി സെലക്ട് ചെയ്തിട്ടാൽ മതി, ആ പ്രശ്നം തീർന്നു. പിന്നെ നമ്മുടെ സസ്പെൻഷൻ, ഇതിന് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ കുറച്ച് ഹാർഡായിട്ടാണ് എനിക്ക് തോന്നിയത്, പക്ഷേ ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല സോഫ്റ്റാണ്. നമ്മളെ കുറച്ച് ചെറിയ കുണ്ടും കുഴികളൊന്നും നമ്മൾ ഫീൽ ചെയ്യൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ സൈഡിലേക്ക് വരുമ്പം നമ്മുടെ സാരി കാർഡ്, നമ്മുടെ ഡൊമിനാർ 400ൽ ആണ്ട് ഈ ഭാഗം ഇല്ലായിരുന്നു. പക്ഷേ നമ്മുടെ 250 വന്നപ്പം ഈ സൈഡിലാണ് ഇങ്ങനെ ഒരു ഭാഗം കൂടെ വന്നിട്ടുണ്ട്. കുഴപ്പമില്ല. പക്ഷേ ഇത് മിക്കുള്ളവരിത് മേടിച്ചിട്ട് ഊരിക്കളാണ് ചെയ്യുന്നത്, പക്ഷേ കുഴപ്പമില്ല. പിന്നെ ഫുഡ് ബുക്കും കാര്യങ്ങളൊക്കെ.
പിന്നെ അടുത്തായിട്ട് ഇതിൻ്റെ സീറ്റിംഗ് പറയുമ്പോൾ കണ്ടോ, നല്ല കുഷ്യൻ്റെ ആയിട്ടുള്ള സീറ്റിംഗ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. നല്ല കുഷ്യൻ്റാണ്. ഇപ്പോൾ ബാക്കിലാണെങ്കിലും അമ്മയും അച്ഛനും ആരെങ്കിലും വെച്ചുകൊണ്ട് പോകാനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല സുഖമായിട്ട് ഇരിക്കുകയും ചെയ്യും. ലോങ് ചെയ്യാനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ നല്ല സുഖമായിട്ടുള്ള ഗ്രാബ് റീലും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിടിച്ചിരിക്കാനാണെങ്കിലും കുഴപ്പമില്ല. അത്യാവശ്യം നിങ്ങൾക്ക് ടൂറിങ് നോക്കിയ വണ്ടി എടുക്കുന്നെങ്കിൽ ബെസ്റ്റ് ചോയ്സാണ്. കാരണം ടൂറിങ്ങിന് പറ്റിയ വണ്ടിയാണ് ഈ വണ്ടി. പിന്നെ ഡിഫറൻസ് വന്നിരിക്കുന്നതിൻ്റെ മീറ്റർ കൺസോളാണ് ഞാൻ ഇപ്പം കാണിക്കാം. അടുത്ത നമ്മൾ കൺസോളിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ കൺസോൾ നമുക്ക് ചെറിയ രീതിയിലുള്ള ഡിഫറൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഒരു ബോർഡ് ബട്ടണുണ്ട്, ഒരു സെലക്ട് ബട്ടണുണ്ട്, ട്രിപ്പ് 1, ട്രിപ്പ് 2, പിന്നെ ഒരു ഓടോ, പിന്നെ ഇവിടെയാണ് RPM, ഇവിടെ സ്പീഡ് കാണിക്കുന്നത്, ഇവിടെ ഫുൾ ഇൻഡിക്കേഷൻ, ഇവിടെ ടൈം. പിന്നെ ഇതിൽ നമുക്ക് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഇതിന് മിസ്സായിട്ടുണ്ട്. അതെന്താണെന്ന് അറിയത്തില്ല. പിന്നെ ഇവിടെ ന്യൂട്രലിൻ്റെ, പിന്നെ കുറച്ച് വാണിംഗ് ലാംപ്സും ആണ്. ഇവിടെ കുറച്ച് വാണിംഗ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. അത്രയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്വിച്ച് എടുത്ത് നോക്കുവാണെങ്കിൽ ഇവിടെ പാസ്, ഇവിടെ ഹൈ ബീം, ലോ ബീം, ഇൻഡിക്കേറ്റർ, ഹോണ്, ഇവിടെ എൻജിൻ ഓൺ ഓഫ് സ്വിച്ച്, ഇവിടെ കിൽ സ്വിച്ച്. ഇത്രയായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത് നമുക്ക് വണ്ടി കയറി നിന്നിട്ട് സംസാരിക്കാം. ഇതിൻ്റെ വണ്ടി കയറിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നതിൻ്റെ വെയിറ്റാണ്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ 180 kg എൻ്റെ വെയിറ്റ്. നമ്മൾ 400 അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു 7 kg എങ്ങാണ്ട് ഇതിൻ്റെ വെയിറ്റ് ഡിഫറൻസ് വന്നിട്ടുള്ളൂ. പക്ഷേ നമുക്ക് അത്യാവശ്യം നല്ല വെയിറ്റാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ ഉന്തി തള്ളിയെടുക്കാനൊക്കെ കുറച്ച് പാടാണ്. അത്യാവശ്യം ചെറിയ ആളാണെങ്കിൽ നിങ്ങൾ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് നോക്കുക. അടുത്ത് നമുക്ക് എൻ്റെ സീറ്റ് ഹൈറ്റ് നോക്കുമ്പോൾ 800 mm ആണ് സീറ്റ് ഹൈറ്റ്. എൻ്റെ ഹൈറ്റ് 5.8 ആണ്. പ്ലാന്റഡ് ഫുട്ടാണ്. അപ്പം നിങ്ങളൊരു 5.5 ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് നോക്കുക. നിങ്ങൾക്ക് വണ്ടി പറ്റുമോ, ഇതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് വണ്ടി പറ്റുമോ എന്നൊക്കെ നിങ്ങൾ നോക്കുക. ഓക്കെ, ഈ വണ്ടി ഉണ്ടല്ലോ അത്യാവശ്യം നല്ല റിഫൈൻഡുള്ള എഞ്ചിനാണ് ഇതിൻ്റെ എഞ്ചിൻ. നമുക്ക് ഓടിക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യും ഇതിൻ്റെ റിഫൈൻഡ്മെൻറ്റ് എന്നൊക്കെ. ഇതിനുണ്ടോ, ഇതിൻ്റെ ഹാൻഡിൽ ബാറൊക്കെ അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാറാണ്. നമുക്ക് അത്ര ലീനൊന്നുമില്ല. ഇതാണ് എൻ്റെ സെയിം നമ്മുടെ റൈഡിങ് പൊസിഷൻ. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്ന് ഇതിൻ്റെ റൈഡിങ് പൊസിഷൻ അത്യാവശ്യം ചെറിയ ലീനുണ്ട്. നമുക്ക് ഓടിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ബാസ്, എക്സോസിൻ്റെ ബാസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഇതിൻ്റെ എക്സോസിന് എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടമാണ്. ഇതിൻ്റെ എക്സോസിനോട് ഇതിൻ്റെ ഡൗൺ ഷിഫ്റ്റൊക്കെ കിടിലാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇതിൻ്റെ ക്ലച്ച് എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ സ്ലിപ്പർ ക്ലച്ചാണ് ഇതിന്. ഈ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് നല്ല കോൺഫിഡൻസ് ആണ് തരുന്നത്. കാരണം വണ്ടി നമുക്ക് ആ ടയർ കൊച്ചായിരുന്നാൽ ആ ടയർ ചെറിയ ടയർ നമുക്ക് ഫീൽ പോലും ചെയ്യത്തില്ല. ഇവിടെ ഞാനൊന്ന് വലിച്ചെടുത്ത് കാണിച്ചു തരാം. സ്ട്രെല്ല് പറയുന്ന പോലെ ചിലപ്പം മടിയൻ ചിലപ്പം കിടിലും. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇതിൻ്റെ ശരിക്കുള്ള പവർ എന്ന് പറയുമ്പോൾ പിന്നെ മിഡിലാണ് കറക്റ്റ് പവർ ഇരിക്കുന്നത്. കാരണം ആ ലോ എൻഡിനെക്കാട്ട് പവർ കൂടുതൽ ഇതിൻ്റെ മിഡിലാണ്. നമുക്ക് ആ ലോ എൻഡ് കയറി പോകുമ്പോഴത്തേക്ക് ആ മിഡ് എത്തുമ്പോൾ വണ്ടി നമ്മളെ വലിച്ചെടുക്കുന്ന വണ്ടി അങ്ങ് പോവുകയാണ്. പിന്നെ ആ മടിയൻ ഫീലിംഗ് ആണ്. നമുക്ക് ഹൈവേയിലൊക്കെ നമുക്ക് ഈസിയായിട്ട് നമുക്കൊരു 100-110 സൂപ്പർ നമുക്ക് ക്രൂസ് ചെയ്തിങ്ങനെ പോകാം. പക്ഷേ അത് കഴിഞ്ഞൊരു 130 വരെ ഇത് പെട്ടെന്ന് കയറി ചെല്ലും. അത് നമ്മളിങ്ങനെ കാണും, നമ്മൾ സ്പീഡിങ് കയറി പോകുന്നത് 35, 36, 37 എന്നൊക്കെ നമ്മളിങ്ങനെ കയറി പോകുന്നത് നമുക്ക് അവിടെ ഫീൽ ചെയ്യാൻ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഓടിക്കാൻ വേണ്ടി വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യത്തില്ല കേട്ടോ. നമുക്ക് ഓടിക്കുമ്പോൾ വണ്ടി നമ്മുടെ കയ്യിലാണ്. നമുക്ക് ഓടിക്കുമ്പോൾ ഒട്ടും നമുക്ക് വെയിറ്റ് ഫീൽ ചെയ്യത്തില്ല. ഫീൽ ചെയ്യുന്ന എപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ ഒരു പാർക്കിംഗ് വെച്ച് നമുക്ക് നിർത്തിയെടുക്കുമ്പോഴേ ചില സമയത്ത് നമ്മൾ വണ്ടി പുറമോട്ട് തള്ളുമ്പോഴൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് വെയിറ്റ് ഫീൽ ചെയ്യും. Dominar 400 വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് 7 kg എങ്ങാണ്ട് ഇതിന് വെയിറ്റ് കുറവ് വന്നിട്ടുള്ളൂ. ഇതിൻ്റെ ബ്രേക്കിംഗ് എന്നൊക്കെ പറയുമ്പം നല്ല ബ്രേക്കിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡുവൽ ചാനൽ ലേബേഴ്സ് ആണ്. ബാക്കി പല വണ്ടി ഓടിക്കുമ്പോഴും വണ്ടി നമ്മളെ കൊണ്ടങ്ങ് പോവുകയാണ്. പക്ഷേ ഈ വണ്ടി ഓടിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് നല്ല കോൺഫിഡൻസ് ആണ് തരുന്നത്. കാരണം എന്ന് പറയുമ്പോൾ വണ്ടി നമ്മളാണ് ഓടിക്കുന്നത്. പക്ഷേ ബാക്കി വണ്ടിയെന്ന് പറയുമ്പോൾ വണ്ടി നമ്മളെ കൊണ്ടങ്ങ് പോകും. പക്ഷേ ഈ വണ്ടി നമ്മളാണ് വണ്ടിയും കൊണ്ട് പോകുന്നത്. അങ്ങനെയുള്ള ഫീലിംഗ് ആണ്. കാരണം ഇതിൻ്റെ വെയിറ്റ് കൊണ്ട് തന്നെയാണ് അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള പവറും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഒരു ബിഗിനറിന് ചൂസ് ചെയ്യാൻ പറ്റിയ ബൈക്ക് തന്നെയാണ്. നിങ്ങൾക്ക് സിറ്റി കൂടെ ഒക്കെ ഫ്ലിക്ക് ചെയ്ത് പോകുകയാണെങ്കിൽ ഇത് സൂപ്പർ സിമ്പിളായിട്ട് ഇങ്ങനെ ഫ്ലിക്ക് ചെയ്ത് പോകും. അതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്ത് പോലും ഇല്ല.
വണ്ടി നമ്മൾ വഴി കിടന്ന് പോകുമ്പോൾ എല്ലാവരും നോക്കും, കാരണം അതിൻ്റെ സൗണ്ടും കാര്യങ്ങളും നമ്മളെല്ലാവരും നമ്മൾ ശ്രദ്ധിക്കും, ഏതാ വണ്ടി എന്നൊക്കെ നോക്കും. ഇതിൽ ഡൗൺ ഷിഫ്റ്റ് പൊളിയാണ് കേട്ടോ, രക്ഷയില്ല. ഡൊമിനാർ 400 നമുക്ക് കാണാം, നമുക്ക് ഏത് ഗിയറിലും നമുക്ക് കൈ കൊടുത്ത വണ്ടി ഇങ്ങനെ കയറിങ് പോകും. പക്ഷേ ഇതങ്ങനെയല്ല, നമുക്ക് ആ മിഡ് എത്തിയാലും നമുക്ക് വണ്ടി കയറിങ് പോകത്തുള്ളൂ. നമുക്കൊന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്തിട്ട് എടുത്താൽ മതി, വണ്ടി പ്രശ്നം തീർന്നു. ഒന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് കൈ കൊടുത്താൽ മതി. ഓവർടേക്ക് ആണെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്തിട്ട് വണ്ടി ഇങ്ങനെ ഡൗൺ ഷിഫ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. അത്രയുള്ള പ്രശ്നമുള്ളൂ. കുഴപ്പമില്ലാത്ത കോൺട്രഞ്ചൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ ഈ വണ്ടി എടുക്കുന്ന ടൂറിങ്ങിന് വേണ്ടിയാണെങ്കിൽ ഞാൻ പറയുന്നത് ബെസ്റ്റ് ഓഫ് ദ ടൂറിങ് ബൈക്കാണത്. കാരണം ടൂറിങ് ചെയ്യാൻ പറ്റും വേണ്ട, കാരണം ഇതിൻ്റെ സീറ്റും ഇതിൻ്റെ റൈഡിങ് പൊസിഷനും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതൊരു പക്ക ടൂറാണ് വണ്ടി. നമുക്കത് സൂപ്പറായിട്ട് നമുക്ക് ടൂറൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വൈബ്രേഷൻ ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ടുള്ള വൈബ്രേഷൻ കാര്യങ്ങളൊന്നുമില്ല. നല്ല ഹയർ RPMസിനാണ് ഇതിൻ്റെ വൈബ്രേഷൻ ഉള്ളത്. അത് നമ്മളങ്ങ് റിവ്യൂ ചെയ്ത് പിടിച്ചാലേ നമുക്ക് ഇതിൻ്റെ വൈബ്രേഷൻ കാര്യങ്ങൾ ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇനി മിററിൻ്റെ കാര്യത്തിലേക്ക് നോക്കി, ഇനി മിറർ എന്ന് പറയുമ്പം നല്ല സ്റ്റേബിളായിട്ടുള്ള മിററാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇനി ഒറ്റ പോരായ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. കാരണം നമ്മൾ വല്ല ആൾക്കാരെ അങ്ങനെ വെക്കേണ്ടി വരും അഡ്ജസ്റ്റ് ചെയ്യാൻ, കാരണം നല്ല ഹാർഡായിട്ടിരിക്കുകയാണിത്. അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതേപോലെ എനിക്ക് ഒന്നൊരു പോരായ്മ, ഓടിച്ചിരിക്കുന്ന സമയത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അവൾ നിർത്തിയിട്ട് വേണം നമ്മൾ ഇതിൻ്റെ മിററൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ. നമ്മൾ കൈ കൊടുക്കുമ്പോൾ കണ്ട ആ മിഡ് എത്തുമ്പോഴാണ് വണ്ടി നമ്മൾ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നത്. ആ ഏറ്റവും ലോ എൻഡിൽ പവർ കുറവ് കണ്ടോ, ആ മിഡ് എത്തുമ്പോഴാണ് വണ്ടി നമ്മൾ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നത്. നല്ല മൈലേജും ഉണ്ട്. മൈലേജിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി പറയുമ്പോൾ 30 ലിറ്റേഴ്സാണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി. ഇപ്പോൾ ഇതിൻ്റെ ഓണറിന് കിട്ടുന്ന പറയുമ്പോൾ ഒരു 38 അവന് കിട്ടുന്നുണ്ട്. വണ്ടി എടുത്ത് കുറച്ച് നാൾ വരെ നിങ്ങൾ വണ്ടിയൊക്കെ അത്യാവശ്യം നല്ലവണ്ണം ഓടിച്ചാൽ നിങ്ങൾക്ക് നല്ല മൈലേജ് കിട്ടും. അല്ല നിങ്ങൾ എടുത്തു പറഞ്ഞാൽ നിങ്ങൾ നല്ല റിവ്യൂ ഒക്കെ കൊടുക്കുവാണെങ്കിൽ നിങ്ങൾ മൈലേജിന് അത് കാര്യമായിട്ട് അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ വണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ ആദ്യത്തെ കുറച്ച് നാളൊക്കെ ഒരു ഫസ്റ്റ് സർവീസ് സെക്കൻഡ് സർവീസ് വരെയൊക്കെ നിങ്ങൾ അത്യാവശ്യം മാന്യമായിട്ട് തന്നെ ഓടിക്കുക. എന്നാലേ വണ്ടിയുടെ കറക്റ്റായുള്ള മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ ചിലർക്ക് വേണം ഇതിൻ്റെ വെയിറ്റ്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ 180 kg ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. വെയിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ല, പാർക്കിംഗ് അങ്ങനെ നമ്മൾ തള്ളിയെടുക്കുമ്പോൾ മാത്രമേ ഈ വെയിറ്റും കാര്യങ്ങൾ ഫീൽ ചെയ്യത്തുള്ളൂ. അത്യാവശ്യം നമുക്ക് ഫ്ലിക്ക് ചെയ്ത് പോകാനൊക്കെ പറ്റും. പിന്നെ അതിന് ഹീറ്റിംഗ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഹീറ്റിംഗ് അങ്ങനെ വലിയതായിട്ട് ഹീറ്റിംഗ് ഇല്ല. മെയിനായിട്ട് ഹീറ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ കാലിൻ്റെ ഭാഗത്ത് ചെറുതായിട്ട് ഹീറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്, ചെറുതായിട്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ റേഡിയേറ്റർ ഫാനൊക്കെ കറക്റ്റ് സമയത്ത് ഓണാവുന്നതാണ്. പിന്നെ ആരൊക്കെ ഈ വണ്ടി എടുക്കണം, നിങ്ങളൊരു 150cc അപ്ഗ്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ വണ്ടി നോക്കാവുന്നതാണ്. അല്ല നിങ്ങൾ സ്കൂട്ടറിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുന്ന ആൾക്കാണെങ്കിലും നിങ്ങൾ നോക്കാവുന്നതാണ്. പക്ഷേ പഠിക്കാൻ വേണ്ടി വണ്ടി നോക്കലെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് പഠിക്കാൻ വേണ്ടിയുള്ള വണ്ടിയല്ല, കാരണം ഇത് പുതിയ വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ എടുത്തു പറഞ്ഞാൽ നിങ്ങളതിൻ്റെ ക്ലച്ചും അതിൻ്റെ ഗിയറും കാര്യങ്ങളൊക്കെ നിങ്ങൾ പെട്ടെന്ന് പടക്കെ നിട്ട് ഇതിൻ്റെ ഗിയറും കാര്യങ്ങളൊക്കെ ഡാമേജ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു വണ്ടി ഒരു 3-4 മാസമൊക്കെ വേറെ വണ്ടിയായിട്ടൊന്ന് യൂസ്ഡ് ആയിട്ട് ഈ വണ്ടി എടുത്താൽ മതിയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഒരു 150cc ഒരു സ്കൂട്ടറിൽ നിന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്ന ആൾക്കാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ വണ്ടി നോക്കാവുന്നതാണ്. അങ്ങനെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള പവറും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങൾ ഈ വണ്ടി എടുക്കുന്ന ടൂറിങ്ങിന് വേണ്ടിയാണെങ്കിൽ ഞാൻ പറയുന്നത് ബെസ്റ്റ് ഓഫ് ദ ടൂറിങ് ബൈക്കാണത്. കാരണം ടൂറിങ് ചെയ്യാൻ പറ്റും വേണ്ട, കാരണം ഇതിൻ്റെ സീറ്റും ഇതിൻ്റെ റൈഡിങ് പൊസിഷനും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതൊരു പക്ക ടൂറാണ് വണ്ടി. അടുത്ത പിന്നെ നിങ്ങൾ ഡൊമിനാർ 400 സ്വപ്നം കണ്ട് ഈ വണ്ടി എടുക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ എടുക്കില്ലെന്നാണ്. കാരണം നിങ്ങൾ പവറായിട്ടുള്ള നല്ല വ്യത്യാസമുണ്ട്. എടുക്കാനുള്ള ബഡ്ജറ്റ് നിങ്ങളുടെ കയ്യിലില്ല, കുറച്ച് ഓവർ പ്രൈസാണ് എന്നുള്ള കാര്യമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വണ്ടി നോക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയുണ്ട്. ഇതിന് വിൻ ബ്ലാസ്റ്റ് ഉണ്ടോ ചോദിച്ചാൽ, കാരണം നമുക്ക് ഈ വിൻ ബ്ലാസ്റ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്താൽ പറ്റത്തില്ല. കാരണം ഇത് നേക്കഡ് മോട്ടോർ സൈക്കിളാണ്. അത്യാവശ്യം നമുക്കൊരു 100-119 പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം വിൻഡൊന്നും ഫീൽ ചെയ്യത്തില്ല. ആദ്യം മണ്ടയ്ക്ക് പോകുമ്പോൾ നമുക്ക് ചെറുതായിട്ട് നമുക്ക് വിൻഡ് ഫീൽ ചെയ്യും. അത്യാവശ്യം നമുക്ക് വിൻഡ് നമ്മുടെ ചെസ്റ്റിലൊക്കെ നമ്മൾ വന്നടിക്കും. അത് നിങ്ങൾ ആഫ്റ്റർ മാർക്കറ്റ് വൈസർ കയറ്റി വെച്ചാൽ മതി. നമുക്കിതിൻ്റെ വൈസറും കാര്യങ്ങൾക്കും നമ്മൾ കസ്റ്റമൈസ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഡൊമിനാർ 400ൻ്റെ സാധനങ്ങൾ തന്നെ നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്യുന്ന കാര്യമുള്ളൂ. 400 കൊടുക്കുന്ന നമുക്ക് എല്ലാ എക്സ്ട്രാ ആക്സറീസ് നമുക്ക് ഇതിലും ഫിറ്റ് ചെയ്യുന്നതാണ്. അടുത്തതായിട്ട് എൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് പറയുവാണെങ്കിൽ മിക്കുള്ള ഡൊമിനാർ ഓണേഴ്സും പറയുന്ന കാര്യമാണ് ഇതിൻ്റെ എക്സോസ്റ്റ് ലൂസാവും. അത് നമുക്ക്
നമ്മൾ ഷോറൂമിൽ ചെല്ലുമ്പോൾ അവർ നമുക്ക് ടൈറ്റൊക്കെ തരും. പക്ഷേ ഇതിൻ്റെ പല ഓണേഴ്സും കംപ്ലൈൻറ്റ് ചെയ്ത കാര്യമാണ് ഇതിൻ്റെ എക്സോസ്റ്റ് നമുക്ക് ലൂസാവും. അടുത്തതിൻ്റെ സർവീസ് കോസ്റ്റൊക്കെ നോക്കുമ്പോൾ സെയിം നമ്മുടെ ഡൊമിനോർ 400 സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഒരു 2000-നകത്ത് തന്നെ നമുക്ക് അതിൻ്റെ സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ നിൽക്കുന്നതാണ്. അത്യാവശ്യം പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സർവീസ് കോസ്റ്റാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള എൻ്റെ ചെറിയ വീഡിയോ. അപ്പം എനിക്കറിയാം എൻ്റെ ഫസ്റ്റ് റൈഡ് വീഡിയോ ആണ്. അപ്പം പല പോരായ്മകളും കാര്യങ്ങളൊക്കെ കാണും. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐ ഡി കൊടുക്കാം, നിങ്ങൾക്ക് ഇൻസ്റ്റ മെസ്സേജ് അയച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൊരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ, സൈൻ ഓഫ് ദിസ് ക്രിസ് മോട്ടി. ബൈ ബൈ.